നമസ്കാരം, ഞാൻ ജിനേഷ്. അച്ഛൻ പറഞ്ഞ കഥകളുടെ 35-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. സത്രാജ്യത്തിന് സ്യമന്തകമണി നഷ്ടമായതും അത് പിന്നീട് ശ്രീകൃഷ്ണൻ വീണ്ടെടുത്ത് നൽകിയതുമെല്ലാം ശ്രീകൃഷ്ണനും ജാംബവാനും എന്ന കഥയിൽ നമ്മൾ കണ്ടതാണല്ലോ. എന്നാൽ പിന്നീട് സ്യമന്തകമണിക്ക് എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ യാദവവംശത്തിൽ സ്യമന്തകമണി പിന്നീട് എന്ത് സ്വാധീനമാണ് ചെലുത്തിയത്? സ്യമന്തകമണിയുടെ തുടർന്നുള്ള ആ കഥ പറയുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. തൻ്റെ സ്യമന്തകമണി വീണ്ടെടുത്ത് നൽകിയ ശ്രീകൃഷ്ണന് സത്രാജ്യത്ത് തൻ്റെ മകളായ സത്യഭാമയെ വിവാഹം കഴിപ്പിച്ച് നൽകിയിരുന്നു. അതേസമയം തന്നെ ജാംബവാനും തൻ്റെ മകളായ ജാംബവതിയെ ശ്രീകൃഷ്ണന് വിവാഹം കഴിപ്പിച്ച് നൽകിയിരുന്നു. അതും നമ്മൾ കഴിഞ്ഞ കഥയിൽ കണ്ടതാണ്. സത്യഭാമയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച 3 യാദവ യോദ്ധാക്കൾ യാദവവംശത്തിലുണ്ടായിരുന്നു. കൃതവർമാവ്, അക്രൂരൻ, ശതധാന്വൻ എന്നിവരായിരുന്നു അവർ. സത്രാജ്യത്തിന്റെ ഉയർച്ചയിൽ അവർ അസൂയാലുക്കളായിരുന്നു. സത്രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കെല്ലാം കാരണം സ്യമന്തകമണിയാണെന്ന് അക്രൂരനും കൃതവർമാവും ശതധാന്വനും മനസ്സിലാക്കിയിരുന്നു. അതിനാൽ എങ്ങനെയും സ്യമന്തകമണി തട്ടിയെടുക്കണമെന്ന് മൂവരും തീരുമാനിച്ചു. അതിനായി കടുത്ത ഗൂഢാലോചന നടത്തുകയും ചെയ്തു. എന്നാൽ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും സാന്നിധ്യമുണ്ടെങ്കിൽ തങ്ങളുടെ പദ്ധതികളൊന്നും നടപ്പാവില്ലെന്ന് മൂവർക്കും അറിയാമായിരുന്നു. അതിനാൽ അനുകൂല സമയത്തിനായി അവർ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ പാണ്ഡവ സഹോദരന്മാരെ കാണുവാനായി ശ്രീകൃഷ്ണനും ബലരാമനും ഹസ്തിനപുരത്തേക്ക് യാത്രയായി. ഇതുതന്നെയാണ് തങ്ങൾക്ക് പറ്റിയ സമയമെന്ന് അക്രൂരനും കൃതവർമാവും ശതധാന്വനും തീരുമാനിച്ചു. എന്നാൽ ശതധാന്വൻ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് സത്രാജ്യത്തിന്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കടക്കുകയും സത്രാജ്യത്തിനെ വധിക്കുകയും ചെയ്ത ശേഷം സ്യമന്തകമണിയുമായി കടന്നു കളഞ്ഞു. തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ സത്യഭാമ അതീവ ദുഃഖിതയായി. എങ്ങനെയും സത്രാജ്യത്തിനെ വധിച്ചവരെ കണ്ടെത്തണമെന്നും സ്യമന്തകമണി വീണ്ടെടുക്കണമെന്നുമുള്ള ചിന്തയാൽ സത്യഭാമ നേരെ ഹസ്തിനപുരത്തേക്ക് തിരിക്കുകയും ശ്രീകൃഷ്ണനെയും ബലരാമനെയും കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ദ്വാരകയിലേക്ക് തിരിച്ചെത്തിയ ശ്രീകൃഷ്ണനും ബലരാമനും സത്രാജ്യത്തിന്റെ ഘാതകരെ കണ്ടെത്താനും സ്യമന്തകമണി വീണ്ടെടുക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ രാജ്യവാസികളിൽ നിന്നും ശതധാന്വനായിരിക്കും കൊലപാതകിയെന്ന് സൂചന ലഭിച്ച ഇരുവരും ശതധാന്വനെ തിരക്കി യാത്ര തിരിച്ചു. മിഥില രാജ്യത്തിനടുത്ത് വെച്ച് ശതധാന്വനെ അവർ കണ്ടുമുട്ടുകയും ശ്രീകൃഷ്ണൻ ശതധാന്വനെ വധിക്കുകയും ചെയ്തു. എന്നാൽ ശതധാന്വന്റെ ശരീരത്തിൽ നിന്നും ശ്രീകൃഷ്ണന് സ്യമന്തകമണി കണ്ടെത്താനായില്ല. താൻ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ ശതധാന്വൻ സ്യമന്തകമണി അക്രൂരന് കൈമാറിയിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ അത് മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ബലരാമൻ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. ശ്രീകൃഷ്ണന് സ്യമന്തകമണി കിട്ടിയിട്ടുണ്ടെന്നും അത് തന്നിൽ നിന്നും മറച്ചു വെക്കുകയുമാണെന്നാണ് ബലരാമൻ കരുതിയത്. അങ്ങനെ ബലരാമൻ ഇതിന്റെ പേരിൽ ശ്രീകൃഷ്ണനോട് കലഹിക്കുകയും വളരെ പരുഷമായ വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണനാകട്ടെ നിശബ്ദം അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണന്റെ മൗനം ബലരാമനെ കൂടുതൽ കോപിഷ്ഠനാക്കുകയും തങ്ങളുടെ ബന്ധത്തിൽ ഉലച്ചിൽ വന്നു എന്ന് മനസ്സിലാക്കിയ ബലരാമൻ ദ്വാരക വിട്ട് മാറി താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ബലരാമൻ വിദേഹ രാജ്യത്തേക്ക് പോവുകയും അവിടെ ജനക മഹാരാജാവിന്റെ അതിഥിയായി താമസിക്കുകയും ചെയ്തു. ഹരിവംശ പുരാണത്തിൽ പറയുന്നത് പ്രകാരം ദുര്യോധനൻ ഗദായുദ്ധത്തിൽ ബലരാമന്റെ ശിഷ്യനാകുന്നത് ഈ ഒരു കാലയളവിലാണ്. നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതിനാൽ അതിലേക്ക് കടക്കുന്നില്ല. ജനക മഹാരാജാവ് ഒരു രാജർഷിയായിരുന്നു. രാജാവും ഋഷിയും ചേർന്ന ആളാണ് രാജർഷി. വിവേകപൂർവം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെരുമാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനക മഹാരാജാവ് ബലരാമന് ഉപദേശങ്ങൾ നൽകുകയും ബലരാമന് തന്റെ തെറ്റ് മനസ്സിലാവുകയും ചെയ്തു. ഇതേസമയം ദ്വാരകയിൽ അക്രൂരനും കൃതവർമാവും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുകയും നേരെ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിലെത്തി ശ്രീകൃഷ്ണനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ദ്വാരകാവാസികളുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കാം എന്ന ഉറപ്പിന്മേൽ സ്യമന്തകമണി കൈവശം വെക്കാനുള്ള അവകാശം അക്രൂരന് ശ്രീകൃഷ്ണൻ നൽകി. തിരിച്ചെത്തിയ ബലരാമനും ശ്രീകൃഷ്ണനും തമ്മിൽ പഴയതിനേക്കാൾ ദൃഢമായ ബന്ധം ഉടലെടുക്കുകയും ചെയ്തു. ഇതാണ് ശ്രീകൃഷ്ണനും ബലരാമനും തമ്മിലുള്ള കലഹത്തിലേക്ക് വരെ നയിച്ച സ്യമന്തകമണിയുടെ കഥ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ സമയം നഷ്ടമാക്കില്ലെന്ന് ഉറപ്പു തരുന്നു. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 36-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.